ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 104 ദിവസങ്ങൾ ചിത്രീകരണം നടന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ബാക്കപ്പായ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ടർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്ന മാസ് ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന മിഥുൻ മാനുവൽ തോമസ് തിരക്കഥിച്ചിരിക്കുന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇക്കാര്യം വൈശാഖ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സിനിമയുടെ ടീസർ ഉൾപ്പെടെയുള്ള മറ്റ് അപ്ഡേറ്റുകളെല്ലാം തന്നെയാണ് ഏറിയയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ ടർബോ അപ്ഡേറ്റുകൾ കേട്ട്. തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന ഈ വർഷത്തിലെ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കങ്കുവ. ശിവയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തുന്ന സൂര്യയുടെ 2 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ തമിഴ് സിനിമയുടെയും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോഴത്തെ നടക്കുകയാണ്. സിനിമയുടെ ഡബ്ബിംഗ് ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള സൂര്യയുടെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ഈ വർഷം 2024 രണ്ടാം പകുതിയിൽ തിയേറ്ററുകളിലേക്ക് എത്തും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിലീസ് തീയതി അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. കഴിഞ്ഞ വർഷത്തെ പൊങ്കൽ ചിത്രം തുനുവിന് ശേഷം അജിത്ത് നായകനായി എത്തുന്ന അടുത്ത തമിഴ് സിനിമയാണല്ലോ വിടാമുയർച്ചി. ഒരുപാട് മാസങ്ങളായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലാത്ത ഷൂട്ടിംഗ് നടക്കുന്ന വിടാമുയർച്ചി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് ഈ ഫെബ്രുവരി മാസം അവസാന വാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ വർഷം പകുതിയോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. മോളിവുഡിൽ നിന്നും ഇന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. അരവിന്ദന്റെ അതിഥികൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയൊരുക്കിയ എം മോഹനന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഒരു ജാതി ജാതകം. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിലെ വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ, കയാതു ലോഹർ തുടങ്ങി നിറയെ താരങ്ങളുണ്ട്. ഒരു കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രം ഈ വർഷം പകുതിയോടെ തന്നെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ്. ദുൽഖറിന്റെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്തൊരു സിനിമയുടെ റൂമർ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. തമിഴിലെ സൂപ്പർ താരം വിജയുടെ മകൻ ജെയ്സൺ വിജയ് സംവിധാന രംഗത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന പൂജ നടന്ന ജെയ്സൺ വിജയ് ചിത്രത്തില് ദുൽഖറാണ് നായകനായിട്ട് എത്തുന്നത് എന്നാണ് ഇന്നൊരു തമിഴ് മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ ഇക്കാര്യം വെറുമൊരു റൂമർ മാത്രമാണ്. എന്തായാലും സത്യമാകുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ലാലേട്ടന്റെ ഒരുപാട് നാളുകളായിട്ട് ചിത്രീകരണം നടക്കുന്ന മോളിവുഡിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ റാം. 2 ഭാഗങ്ങളിലായിട്ട് വരാനിരിക്കുന്ന ജിത്തുവിന്റെ ലാലേട്ടൻ സിനിമ റാമിന്റെ അവസാനഘട്ട ഷെഡ്യൂൾ 42 ദിവസത്തെ ചിത്രീകരണം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഈ ജൂൺ മാസം നടക്കുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം. ലാലേട്ടൻ, ഇന്ദ്രജിത്ത്, ത്രിഷ, ദുർഗാകൃഷ്ണ, ഒപ്പം തന്നെ ശാന്തി, മായാദേവി തുടങ്ങിയവരൊക്കെ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. എന്തായാലും അവസാനഘട്ട ഷെഡ്യൂൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കാം. ആദ്യ ഭാഗത്തിന് വേണ്ടി ഇനി ഏകദേശം 10 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ബാക്കിയുള്ളത്. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ ജൂൺ മാസം സിനിമയ്ക്ക് ബാക്കി ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് കഴിഞ്ഞാൽ ഈ വർഷം അവസാനത്തോടെ തന്നെ റാമിന്റെ ആദ്യ ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ട്.